ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഈസി ക്രിയേഷൻസ്. ഇന്നൊരു ക്രാഫ്റ്റ് വർക്ക് നോക്കാം നമുക്ക്. ഇതൊരു വാൾ ഹാങ്ങിങ് ആണ്. ബിഗിനേഴ്സിനൊക്കെ നല്ല ഈസി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാൾ ഹാങ്ങിങ് ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ ഷേപ്പിൽ നമുക്ക് കുറച്ച് പെറ്റൽസ് വൈറ്റ് ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാം. വൈറ്റ് ചാർട്ട് പേപ്പറാണ് വേണ്ടത്. നമുക്കിത് പെയിൻറ് ചെയ്തെടുക്കാനുള്ളതാണ്. നമുക്കിതുപോലെ കുറച്ച് അധികം കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒരു പേനയിലോ ഒരു മാർക്കറിലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് ഫുള്ളായിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിൽ പെയിൻറ് ചെയ്യണം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആക്രിലിക് പെയിൻ്റ് ആണ്. ഗോൾഡൻ കളറിലുള്ള ആക്രിലിക് പെയിൻ്റ് ആണ് ഉപയോഗിച്ചത്. ഇതൊരു 12 പെറ്റൽസ് നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. അതിനുശേഷം പിങ്ക് കളറിലുള്ള പെയിൻറ് നമുക്ക് ചെയ്തെടുക്കാം. ഇതൊരു ടൈപ്പ് ഗ്ലൈസിംഗ് ഉള്ള പെയിൻ്റ് ആണ്. ഇതും 12 ലീഫിന് ചെയ്തെടുക്കണം. പിന്നീട് ബ്ലൂ, ഇങ്ങനെ 3 കളറിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. 3ഉം 12 എണ്ണം വീതം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ന്യൂസ് പേപ്പർ കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു പീസ് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇനി ഇതിൽ ബ്രൗൺ കളറിലുള്ള പെയിൻ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് ആവശ്യമുള്ള അത്രയും പോർഷൻ മാത്രം ചെയ്ത്, ഇത് മൊത്തമായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഒരു പകുതി വരെയൊക്കെ ചെയ്താൽ മതിയാവും. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള അത്രയും കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇനി നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. 6 പെറ്റൽസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് സർക്കിളിൽ കട്ട് ചെയ്ത വൈറ്റ് ഗ്ലിറ്ററിങ് ഫോം ഷീറ്റിൻ്റെ ഒരു പീസ് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് മൊത്തം 6 ഫ്ലവേഴ്സാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഒരു ഫ്രെയിമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഒരു കാർഡ്ബോർഡ് വേണം. ഇനി ഇതിൻ്റെ സൈഡിലൂടെ നമുക്ക് ബ്ലാക്ക് ചാർട്ട് പേപ്പർ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഫ്ലവേഴ്സ് എല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് നോക്കാം. ഇപ്പോൾ ഞാൻ 5 ഫ്ലവേഴ്സാണ് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. ഇനി ഇത് തിരിച്ച് പിടിച്ചിട്ട് നമുക്ക് ഇതിൽ ഈ സ്റ്റെമ്മെല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. സ്റ്റെമ്മ് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ബോട്ടിൽ ഇത് റോൾ ചെയ്തിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാൻ. അപ്പോഴാണ് നമുക്കിതിങ്ങനെ വളഞ്ഞിട്ട് കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് ഓരോ സ്റ്റെമ്മും ഓരോ ഫ്ലവറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 5 ഫ്ലവറിലേക്കും സ്റ്റെമ്മ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് പിടിച്ചിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് സെൻട്രലായിട്ട് നമുക്ക് ബാക്കിയുള്ള ഒരു ഫ്ലവറും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഹാങ് ചെയ്യാനുള്ള ചെറിയ ഹുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഇതുപോലെ സിൽവർ കളറുള്ള ത്രെഡ് എടുത്തിട്ട് അത് സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇത് ഓരോ ഭാഗത്തും നമ്മൾ ഈ കാർഡ്ബോർഡിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഓരോ ഭാഗത്തും നമുക്ക് ഇതുപോലെ ചെറിയ ഫോം ഷീറ്റിൻ്റെ പീസസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാ സ്റ്റെമ്മിലും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ വാൾ ഹാങ്ങിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.